ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ജനാധിപത്യം തെരുവിൽ വലിച്ചിഴക്കപ്പെട്ട രാവായിരുന്നു ഇന്നലെ. ചോര പൊടിഞ്ഞ മുഖത്തോടെ ഉലഞ്ഞ വേഷത്തിൽ ഒറ്റച്ചെരുപ്പിൽ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് ഒരു പ്രതീകമാണ്. കീഴ്വഴക്കങ്ങൾ വിട്ട് ലോക് കല്യാൺ മാർഗിലേക്ക് പ്രതിഷേധിച്ചതിന് രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷ നേതാക്കൾക്കുമെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്താനുള്ള ആലോചനയിലാണത്രേ ഡൽഹി പോലീസ്. പോലീസ് തേർവാഴ്ചയിൽ കറുപ്പണിഞ്ഞെത്തിയ പ്രതിപക്ഷത്തോട് ചർച്ചയാകാമെന്ന് വഴങ്ങിയിട്ടുണ്ട് ഭരണകൂടം. ആരാണ് ചർച്ച നടത്തുക? നാട് കത്തുമ്പോൾ മറുപടി പറയേണ്ട പ്രധാനമന്ത്രി എവിടെ? പാർലമെന്റ് മാർച്ചിൽ തലയ്ക്കു പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. ലാത്തികൊണ്ട് പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കുത്തുന്ന 16 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ആഞ്ഞടിക്കുന്ന ഡൽഹി പോലീസ്. അവരെ പിന്തുണയ്ക്കാൻ ലാത്തിയുമായി എത്തിയ ഗുണ്ടകളൊക്കെ CJP പ്രവർത്തകർ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നവരുടെ പുരുഷ പോലീസിനാൽ ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികൾ. ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ കാണാൻ സമയമില്ല എന്നറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ നീതിപീഠം. രാജ്യവിരുദ്ധനെന്ന മുദ്ര വിലപ്പോവാതെ വന്നപ്പോൾ നിരാഹാരം 25ാം ദിനത്തിലെത്തിയ സോനം വാങ്ചുക്കിന്റെ മുന്നിൽ പക്ഷേ വീണ്ടും എത്തിയിരിക്കുന്നു കേന്ദ്രം. ധർമ്മേന്ദ്ര പ്രധാന രാജിയെന്ന ധർമ്മയുദ്ധത്തിൽ ആർക്കാവും വിജയം? ചർച്ചയിൽ കോൺഗ്രസ് MP ശ്രീ ഡീൻ കുര്യാക്കോസ്, CPM MP ശ്രീ ജോൺ ബ്രിട്ടാസ്, ഡോക്ടർ K ജയപ്രസാദ് വലത് നിരീക്ഷകൻ, ശ്രീ NP ആഷ്ലി അധ്യാപകൻ സെന്റ് സ്റ്റീഫൻസ് കോളേജ് എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ കോൺഗ്രസ് MP-യിലേക്കാണ് പോകുന്നത്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇന്നലത്തെ പ്രതിഷേധ സമരത്തിൽ അങ്ങുമുണ്ടായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെ വസതിയിലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ എത്തും മുമ്പ് തന്നെ താങ്കൾ അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇന്നിപ്പോൾ പാർലമെന്റിൽ വിഷയം നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ചർച്ചയാകാമെന്ന് സർക്കാർ പറയുകയാണ്. എങ്ങനെയുള്ള ചർച്ചയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? അതിലൊരു വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ? ഹലോ, കേൾക്കാമോ ശ്രീ ഡീൻ കുര്യാക്കോസ്? ഹലോ, കേൾക്കാമോ? കണക്ഷൻ പോയിരുന്നു. ഹലോ ശ്രീ ഡീൻ, കേൾക്കാമോ? ശരി, ഞാൻ ശ്രീ ജോൺ ബ്രിട്ടാസിലേക്ക് പോകുന്നു. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇന്ന് പാർലമെന്റ് ഇരു സഭകളിലും പ്രതിപക്ഷം വിഷയം ഉന്നയിക്കുന്നു. ചർച്ചയാകാമെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നുണ്ട്. അത് പക്ഷേ ഇന്നലെ കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയ ചർച്ചകൾക്കിടെയും കേന്ദ്രമന്ത്രി വന്നു പറഞ്ഞത് ചർച്ചയാകാമെന്നാണല്ലോ. പക്ഷെ എന്ത് ചർച്ചയാണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നത് ശ്രീ ജോൺ ബ്രിട്ടാസ്? ഈ സമരം ആരംഭിച്ചതു മുതൽ ഈ സമരത്തിൻ്റെ ഭാഗവാക്കായി നിൽക്കുന്നവരാണ് ഞങ്ങൾ. ഈ സമരത്തിലേക്ക് എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഭാഗവാക്കായി രംഗത്ത് വരണമെന്നുള്ള അഭിപ്രായമായിരുന്നു ഞങ്ങൾക്കുള്ളത്. കോൺഗ്രസ് പാർട്ടി കൂടി ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ ചർച്ചയല്ല ഇവിടെ പ്രധാനം, നടപടിയാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. എല്ലാ എഴുത്ത് പരീക്ഷകളും ചോർത്തപ്പെടുന്നു, ലീക്കാകുന്നു. ഒരാളും ഉത്തരവാദിയല്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വച്ചിട്ട് പന്താടുന്നു. കഴിഞ്ഞ ഏതാനും വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 150ഓളം പരീക്ഷകൾ തന്നെ ഇതുപോലെ ചോർന്നിട്ടുണ്ട്. ഈ ചോർത്തിവരാരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്വേഷണം പോലും നടന്നിട്ടില്ല. പ്രധാനമന്ത്രി ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്, പരീക്ഷപ്പ ചർച്ച, പരീക്ഷയ്ക്ക് മേലുള്ള ചർച്ച. പക്ഷെ പരീക്ഷപ്പേ ചോർച്ചയാണ് യഥാർത്ഥത്തിൽ. മലയാളത്തിലേക്ക് അത് പരിഭാഷപ്പെടുത്തി കഴിഞ്ഞാൽ ഉണ്ടാകുക. യഥാർത്ഥത്തിൽ ഇത്ര ഭയാനകമായിട്ടുള്ള ഒരു അട്ടിമറി ഈ എഴുത്ത് പരീക്ഷകളുടെ കാര്യത്തിൽ സംഭവിക്കുമ്പോൾ അതിന് ആരെങ്കിലും ഒരു ഉത്തരവാദി വേണ്ടതില്ലേ? ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് 2 എഴുത്ത് പരീക്ഷകൾ, ഒന്ന് നീറ്റും CBSE, ഈ 2 പരീക്ഷകളിൽ കൂടി എടുത്തു കഴിഞ്ഞാൽ അതിൽ അണിനിരന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു 45 ലക്ഷം, 50 ലക്ഷത്തോളം വരും. എന്ന് പറഞ്ഞാൽ ഒരു 5-6 കോടി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രതിസന്ധി ഉടലെടുത്തിട്ട് ഒരു നടപടിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജന്തർ മന്ദർ കേന്ദ്രീകരിച്ച് ഒരു സമരം ആരംഭിച്ചത്. അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ ആരും നോക്കിയിട്ടില്ല, നോക്കേണ്ട ആവശ്യമില്ലെന്ന് അർത്ഥം. എന്താ കാരണം എന്ന് വെച്ചാൽ അവരൊരു കോസിന് വേണ്ടിയിട്ട് ആണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി ലോകമെമ്പാടും പോയിട്ട് ഇത് ജനാധിപത്യത്തിൻ്റെ മാതാവാണ് ഇന്ത്യ എന്ന് പറയുകയും
ഈ മാതാവിൻ്റെ തലസ്ഥാന നഗരിയിലുള്ള രാജപാതകളിൽ ഈ കുഞ്ഞുങ്ങളുടെ തലയോട്ടി അടിച്ചു പൊളിക്കുകയും ചെയ്യുന്നത് തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യമാണ് സ്വാഭാവികമായിട്ടും ഈ പ്രതിഷേധത്തെ ആളിക്കത്തിച്ചിരിക്കുന്നത്. ഞാനിപ്പം ഒരു അരമണിക്കൂറിന് മുമ്പ് ഞാൻ ജന്തർ മന്ദറിലുണ്ടായിരുന്നു. അതായത് ഡൽഹിയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, മറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒഴുകിയെത്തുകയാണ്. ആ വേദിയിലേക്ക് MP ആയതുകൊണ്ട് മാത്രമാണ് പ്രവേശിക്കാൻ കഴിഞ്ഞത്. അതായത് പോലീസ് എന്തെല്ലാം തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും ഈ യുവശക്തി ഈ ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തുകയാണ്. എത്രയോ ഇടിവാനുകൾ ഡൽഹിയുടെ പല റോഡുകളിലും പാർക്ക് ചെയ്തിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. എങ്കിൽ കൂടി ഈ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും അങ്ങോട്ട് ഒഴുകുകയാണ്. ഇപ്പോൾ ഈ സമരം പാർലമെൻറ്റ് മാർച്ച് നടന്ന സമയത്ത് പാർലമെൻറ്റ് ഗേറ്റ് വരെ നമ്മുടെ പ്രക്ഷോഭകരെത്തിയിരുന്നു. ഞങ്ങൾ ഏതാനും MP-മാർ, ഇടതുപക്ഷ MP-മാർ, ഞങ്ങൾ ഈ റെയിൽ ഭവൻ്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു തലസ്ഥാനത്ത്, ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നില്ല. ആൾക്കാരെ അടിച്ച് റോഡിലിട്ടിരിക്കുകയാണ്. അവർക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവരുടെ കാലും കൈയും ഒടിഞ്ഞിരിക്കുകയാണ്. നിരവധി ആൾക്കാരെ ഇടിവണ്ടികളിൽ കയറ്റി മർദ്ദിച്ച് മണിക്കൂറുകളോളം അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു, പൂട്ടി വെച്ചിരിക്കുന്നു. ഞങ്ങൾ ഇടപെട്ടിട്ടാണ് ഒരു വാഹനത്തിൽ നിന്ന് 10-20ഓളം പേരെ അവിടുന്ന് മോചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഇത് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിലാണ്. ഞാൻ മാധ്യമപ്രവർത്തകനായും പൊതുപ്രവർത്തകനായും ഒരു 3.5-4 പതിറ്റാണ്ടോളം ചെലവഴിച്ചൊരു നഗരത്തിൽ എനിക്ക് ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഡൽഹി നഗരത്തിൽ അരങ്ങേറിയത്. ഇപ്പോൾ 3:30 മണിക്ക് ഞങ്ങൾ 3 MP-മാർ, വിവേക് തങ്ക, സാഗരിക ഘോഷ്, ഞങ്ങൾ 3 പേര് സോനം വാങ്ചുക്കിനെ കണ്ടിരുന്നു. ഗുഡ്ഗാവിലെ മേദാന്ത ആശുപത്രിയിൽ പോയി അദ്ദേഹവുമായിട്ട് 1/4 മണിക്കൂറോളം ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം ഈ ഉപവാസം, നിരാഹാരം അവസാനിപ്പിക്കണമെന്നുള്ള MP-മാരുടെ 20ഓളം MP-മാരുടെ അഭ്യർത്ഥന നേരിട്ട് അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹത്തിനെ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. എന്താ കാരണം വെച്ചാൽ സഫ്ദർജംഗ് ആശുപത്രിയിൽ ഞങ്ങൾ കാണാൻ പോയ സമയത്ത് ഞങ്ങളെ പോലീസ് അങ്ങോട്ട് അടുപ്പിച്ചിരുന്നില്ല. ഇപ്പം മേദാന്തയിൽ ഞങ്ങൾ അവിടെ അദ്ദേഹത്തിനെ കണ്ടു, 3 പേര്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഉപവാസം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ആഗ്രഹം യഥാർത്ഥത്തിൽ ഫലവത്താകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേങ്കിൽ എന്നെ മതിക്കുന്നൊരു വിഷയമുണ്ട്. ഞാനിവിടെ ഉപവാസം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ പേരിൽ ഈ പറയുന്ന കിരാത നിയമങ്ങൾ, UAPA പോലുള്ള കിരാത നിയമങ്ങൾ ചുമത്തി ഇവരുടെ ഭാവി അവതാളത്തിലാക്കുമെന്നുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ അപേക്ഷ, നിങ്ങളുടെ അഭ്യർത്ഥന ഞാൻ പരിശോധിക്കാം. പക്ഷേ ഞാൻ സർക്കാരിനോട് ചില ഉറപ്പുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതാൻ പോവുകയാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു സാഹചര്യം രാജ്യത്ത് ഉടലെടുക്കുന്നതിനുള്ള കാരണം എന്താണ്? കനത്ത പിടിപ്പുകേട് എന്ന് പറയുന്നത്. അതായത് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ആത്മാവ്, സത്ത ചോർന്നു പോവുകയാണ്. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ചയ്ക്ക് വിളിക്കായിരുന്നു. അവർ നിരവധി തവണ ചർച്ച ചെയ്യാൻ വേണ്ടി ആരെയെങ്കിലും അയക്കണം, അതല്ലെങ്കിൽ ആരെയെങ്കിലും നിയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പോലും ആരും കൂട്ടാക്കിയില്ല. ഈ പാർലമെന്റ് സമ്മേളനം വന്ന് സമ്മർദ്ദം വർദ്ധിക്കുന്നു. പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ച ശേഷം എന്ന് പറഞ്ഞാൽ സമരം തുടങ്ങി 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഒരു ചർച്ചയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ സന്നദ്ധമായത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ ഈ പറയുന്ന കുഞ്ഞുങ്ങളാണ്. ഇപ്പം ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു വലിയ അംഗബലമാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ തെരുവിലിട്ട് നരനായാട്ട് നടത്തുന്നു. ഇപ്പോൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു കാര്യമുണ്ട്. അതായത് സാധാരണഗതിയിൽ അതിർത്തിയിലൊക്കെ പാകിസ്ഥാൻ സൈന്യത്തോട് പ്രതിരോധം തീർക്കേണ്ട ഈ സേനാംഗങ്ങളെയൊക്കെ കൂട്ടത്തോടെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഈ പാവപ്പെട്ട നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുകയാണ്, അവരെ അടിച്ചൊതുക്കുകയാണ്. അതോടൊപ്പം തന്നെ RSSന്റെ പ്രവർത്തകരും ചേർന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രധാനമന്ത്രി രാജ്യത്തോട് മാപ്പിരക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു. തീർച്ചയായും ഇതുവരെ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നിട്ടില്ല എന്ന് മാത്രമല്ല പാർലമെന്റിൽ അദ്ദേഹം വന്നിട്ടുമില്ല എന്നുള്ളതാണല്ലോ. ശ്രീ ഡീൻ കുര്യാക്കോസ്,
പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. പല രൂപത്തിൽ പല സ്ഥലങ്ങളിലായി സമരങ്ങളൊക്കെ ചെയ്തെങ്കിലും നിങ്ങൾ ഒറ്റക്കെട്ടാണ്. സ്വതേ സൗമ്യനായ അങ്ങയെ കഴിഞ്ഞ ദിവസം ഈ പോലീസ് വാഹനത്തിൽ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ താങ്കൾക്ക് നേരെ കൈവച്ച പോലീസുകാരന് നേരെ കോളർ പിടിക്കുന്ന താങ്കളുടെ രോഷവും ഞങ്ങൾ കാണുകയുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് വിദ്യാർത്ഥികളോട് ഈ പോലീസ് സംഘം പെരുമാറിയതെന്നുള്ള കാര്യം, നേർക്കാഴ്ചയായിട്ടുള്ള കാര്യം ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് വിശദീകരിച്ചു. ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഇനി മുന്നിൽ കാണുന്നത് എന്താണ്? ഇപ്പോൾ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറയുന്നു വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച വിഷയമാണ്. 10 വർഷങ്ങളായി 152 ചോദ്യപേപ്പറുകൾ ഇതിനകം ചോർന്നിരിക്കുന്നു. അവിടെ എത്തുന്ന കുട്ടികൾ അവരുടെ അനുഭവങ്ങൾ, പരീക്ഷ എഴുതി രണ്ടാം വട്ടം പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾ, പരീക്ഷ എഴുതിയിട്ടും ആദ്യം നല്ല റാങ്ക് ഉണ്ടായി പിന്നീട് താഴേക്ക് റാങ്ക് പോയ വിദ്യാർത്ഥികൾ, ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ കാണുകയാണ്, അവിടുത്തെ രക്ഷിതാക്കളുടെ പ്രതികരണങ്ങൾ. അപ്പോൾ ഈ സമരത്തെ, പ്രതിഷേധത്തെ ഏത് രൂപത്തിലേക്ക് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ശ്രീ ഡീൻ കുര്യാക്കോസ്? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ ഈ രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം അത് കൃത്യമായ നിലയിൽ തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ താങ്കൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടാണ്. ഇന്ന് പാർലമെൻറ്റിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ജനവികാരം അനുസരിച്ച് മാത്രമേ കോൺഗ്രസ് പാർട്ടി നിലപാട് സ്വീകരിക്കത്തുള്ളൂ. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന എല്ലാ സമര പരിപാടികളിലും ഞങ്ങൾ അടിയുറച്ച് ആ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകും. ഇവിടെ 3 ദിവസമായി ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയുണ്ടായി. ഇപ്പോൾ 193 റൂൾ അനുസരിച്ചുള്ള ചർച്ച എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് പാർലമെൻറ്റിൻ്റെ ഒരു നടപടിക്രമമാണ്. അതിനനുസരിച്ച് ഗവൺമെൻറ് തയ്യാറാണ് എന്ന് സ്പീക്കർ തന്നെ അറിയിച്ചിട്ടുണ്ട്. പാർലമെൻ്ററി അഫയേഴ്സ് മന്ത്രി അദ്ദേഹം പാർലമെൻറ്റിൽ ഈ കാര്യം സൂചിപ്പിച്ചു. പക്ഷേ പ്രതിപക്ഷം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു അടിയന്തര പ്രമേയമായി ഈ ചർച്ച മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ്. കാരണം 193 റൂൾ അനുസരിച്ചുള്ള ചർച്ചയിൽ സ്വാഭാവികമായിട്ട് എല്ലാ ആളുകളും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കും. പക്ഷേ മന്ത്രി ഒരു മറുപടി പറയും, അതോടുകൂടി ആ കാര്യങ്ങൾ അവിടെ അവസാനിക്കും. പക്ഷേ അടിയന്തര പ്രമേയത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാം. മാത്രമല്ല ഈ രാജ്യം ഇത്രയേറെ മുൾമുനയിൽ നിൽക്കുന്ന, ഇവിടെ ശ്രീ ജോൺ ബ്രിട്ടാസ് വിശദീകരിച്ചതുപോലെ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ സമാനതകളില്ലാത്ത വിധം NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് സമരം, കർഷക സമരം ഉണ്ടായിട്ടുണ്ട്, ദീർഘനാൾ നീണ്ടുനിന്ന കർഷക പ്രക്ഷോഭം ഉണ്ടായി. പക്ഷേ ഇവിടെ രാജ്യത്തെ ചെറുപ്പക്കാർ ഒന്നടങ്കം ഇപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ അതിനെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുള്ള, ഇനി അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിയെ ഏറ്റവും കൂടുതലായി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഭാവി തലമുറ എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒന്നടങ്കം എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ പ്രതിനിധികളായി അവർ സമരരംഗത്തേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു അടിയന്തര പ്രാധാന്യം കണക്കിലെടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഈ കാര്യത്തിൽ ഇപ്പോഴും ന്യായീകരണങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പ്രതിരോധിക്കുന്നത്, ധർമ്മേന്ദ്ര പ്രധാന് വേണ്ടി ഇങ്ങനെ നിലകൊള്ളുന്നത് എന്തുകൊണ്ടായിരിക്കാം? കാരണം പല തവണ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകാറുണ്ട്, പലരുടെയും വകുപ്പുകൾ തെറിക്കാറുണ്ട്, പലരുടെയും മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാറുണ്ട്. ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും ധർമ്മേന്ദ്ര പ്രധാനെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇത് ചെറിയൊരു അഴിമതി അല്ലല്ലോ. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അഴിമതി കേസിൽ കൂടി പ്രതിയാകേണ്ട ഒരു സ്ഥിതി വരും. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ക്രമക്കേടുകളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ 2017 രൂപീകൃതമായതിനു ശേഷം നാളിതുവരെ അവർ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷനെ സംബന്ധിച്ചും ഒക്കെ വലിയ ഞാനിപ്പോൾ പാർലമെൻറ്റിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ യുനാനിമസായി, അത് BJP ആണ് ബഹുഭൂരിപക്ഷം, BJPയുടെ ഏറ്റവും തലമുതിർന്ന നേതാക്കളായിട്ടുള്ള ശ്രീ രവിശങ്കർ പ്രസാദിനെ പോലെ, അതുപോലെ അവരുടെ വക്താവായിട്ടുള്ള സാംബിത് പത്രയെ പോലെ, അതുപോലെ പുരന്ദരേശ്വരിയെ പോലെയുള്ള നമ്മുടെ സുഷമ സ്വരാജിൻ്റെ മകൾ ഉൾപ്പെടെയുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ ഇവരെല്ലാവരും ഇതിലുണ്ട്. അപ്പോൾ ബഹുഭൂരിപക്ഷം BJPക്ക് തന്നെയാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തു നിന്ന് 2021, 2022, 2024, 25, 26 തുടർച്ചയായി എല്ലാ അധ്യയന വർഷവും നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ JEE പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിവാദങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം മുൻകരുതലുകൾ ഉണ്ടാവണം. 2024 രൂപീകൃതമായിട്ടുള്ള രാധാകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പാർലമെൻറ്റിനെ
മേശപ്പുറത്തുണ്ട്. ഇനി അതല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിനെ സംബന്ധിച്ച് കൃത്യമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ആ ശുപാർശകളുടെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചു. ഇനി അതല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ യാതൊന്നും പരിഗണിക്കാതെ ഇപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയൊക്കെ അവസ്ഥ എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴല്ലേ മനസ്സിലാകുന്നത്. യാതൊരു തരത്തിലുള്ള ഒരു സംവിധാനമില്ല. കേവലം ഒരു സെൽഫ് ഫിനാൻസിങ് സൊസൈറ്റിയെ പോലെ പ്രവർത്തിക്കുന്നു. ഡയറക്ടർ ജനറൽ മാത്രം, ഇനി അതല്ലെങ്കിൽ കൂടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ആകെ 2 ഉന്നത ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഡെപ്യൂട്ടേഷനിൽ സംവിധാനത്തിലുള്ളത്. ബാക്കി മുഴുവൻ കോൺട്രാക്ട് ലേബേഴ്സാണ്. ഏതാണ്ട് 130ഓളം വരുന്ന ജീവനക്കാർ കോൺട്രാക്ട് ലേബേഴ്സായി വർക്ക് ചെയ്യുന്നു. അവർക്ക് ആരോടാണ് കമ്മിറ്റ്മെൻറ്റ്? ഇപ്പം ഈ പറയപ്പെടുന്നത് പോലെ പരീക്ഷയുടെ ഫീസ് 1700 രൂപ കളക്ട് ചെയ്യുന്നു. ഏതാണ്ട് 374 കോടി രൂപ അവരുടെ കയ്യിൽ വരുന്നു. ഈ കൈവശം വരുന്ന പണം അവരെങ്ങനെ ഉപയോഗിക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് തരത്തിലുള്ള സെക്യൂരിറ്റിയാണ് ഈ പരീക്ഷാ സംവിധാനങ്ങൾക്കുള്ളത് എന്നൊക്കെയുള്ള ഇതെല്ലാം കാര്യങ്ങൾ ചികഞ്ഞു പോകുമ്പോൾ ഇപ്പോൾ CBI എൻക്വയറി ഒരു വശത്ത് നടക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നീതിപൂർവമായ ഒരു ഇടപെടൽ ഇതിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അഴിമതി കേസിൽ പ്രതിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാജ്യം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ, ഇനി അതല്ലെങ്കിൽ ഏറ്റവും വലിയ തരത്തിലുള്ള ഒരു അഴിമതി ഇതിന് പിന്നിലുണ്ട് ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അപ്പോൾ ആ നിലയിലൊക്കെ അതിൻ്റെ പ്രൈം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം, അതൊരു പക്ഷേ അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ രാജിയെ ഇത്രമാത്രം പ്രതിരോധിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. ഏതായാലും ഈ കാര്യത്തിൽ രാജ്യത്തെ ചെറുപ്പക്കാർ തെരുവിലിറങ്ങി അതിശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇനി അതല്ല, അദ്ദേഹത്തിൻ്റെ രാജിക്കപ്പുറത്ത് മറ്റൊരു ഡിമാൻഡും ഈ കാര്യത്തിൽ ഇപ്പോൾ നിലവിലില്ല. ആ ഡിമാൻഡുമായി തന്നെ മുൻപോട്ട് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട്. ആ നിലയിൽ സമരം ഇനിയും ശക്തി പ്രാപിക്കും. ശരി, ഡോക്ടർ കെ ജയപ്രസാദ്, ഈ കുത്തഴിഞ്ഞ സംവിധാനത്തിൽ ആരെങ്കിലും ഒരാൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ? ഇപ്പോൾ 13 പേർ അറസ്റ്റായിട്ടുണ്ട്. ആ 13 പേരാണ് എല്ലാ കുറ്റവും ചെയ്തത് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത്. പക്ഷേ നമുക്കറിയാം അതങ്ങനെയല്ല എന്ന്. ഈ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? രാജ്യത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഈ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിപക്ഷ പാർട്ടികളുടെയും സമരങ്ങളെ മാറ്റിവെക്കൂ. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി അവർ പറയുന്ന വാക്കുകൾ കേൾക്കാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാകേണ്ടതല്ലേ? കഴിഞ്ഞ മെയ് 3-നാണ് നീറ്റ് UG പരീക്ഷ നടക്കുന്നത്. ആ പരീക്ഷ ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യവും, അതായത് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യം വളരെ ദുഃഖകരമാണ്. 22 ലക്ഷം കുട്ടികൾ, അവരുടെ കുടുംബാംഗങ്ങളുടെ, കോടിക്കണക്കിന് ആൾക്കാരുടെ, അല്ലെങ്കിൽ ആ തരത്തിൽ അവർക്ക് ഒരുപാട് മാനസിക സംഘർഷം ഉണ്ടാക്കിയൊരു വിഷയമാണ്. അതിന് സർക്കാർ നിയമപരമായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് റെക്ടിഫിക്കേഷന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായിട്ട് കഴിഞ്ഞ മെയ് 12-ാം തീയതി ആ പരീക്ഷ ക്യാൻസൽ ചെയ്യുകയും ജൂൺ 21-ന് പുനഃപരീക്ഷ നടത്തുകയും ചെയ്തു. ജൂലൈ 16-ന് അതിൻ്റെ റിസൾട്ട് വരികയും അത് മെഡിക്കൽ കൗൺസിൽ, അതുപോലെ അതാത് സംസ്ഥാനങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഈ സമരം മെയ് 3-നോ അല്ലെങ്കിൽ മെയ് 12-ന് മുമ്പാണ് ഈ സമരം നടത്തിയതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ സമരത്തെ 100% ഞാൻ പിന്തുണയ്ക്കുമായിരുന്നു. ഈ സമരം നടത്തുന്നത് മറ്റൊരു അജണ്ടയാണെന്ന് ഇതിൻ്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും. അതായത് കഴിഞ്ഞ മെയ് 15-ാം തീയതിയാണ് ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പൊതു താല്പര്യ ഹർജിയുമായി, അതായത് വ്യാജ LLB ഡിഗ്രിയുമായി ബന്ധപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തുകയുണ്ടായി. അതായത് തൊഴിലില്ലാത്ത അലസരായിട്ടുള്ള ചെറുപ്പക്കാരെ പാറ്റകളെയുമായിട്ട് ഉപമിക്കുന്ന അദ്ദേഹം തന്നെ അത് ക്ലാരിഫൈ ചെയ്തു. അത് 15-ാം തീയതിയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അതിനുശേഷം 16-ാം തീയതി അമേരിക്കയിൽ നിന്ന് ആണ് ഇതിനെതിരായ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് വരുന്നത്. ദീപകിൻ്റെ ഒരു പോസ്റ്റ് വരുന്നു. അതിനുശേഷം CJP എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി രൂപം കൊള്ളുന്നു. അപ്പോൾ ഈ സമയത്തൊന്നും അതിനുശേഷം ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അദ്ദേഹം ലാൻഡ് ചെയ്യുന്നു, സമരം മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ സമയത്തൊന്നും ഇന്ത്യയിലെ യഥാർത്ഥ പ്രതിപക്ഷം അനങ്ങിയില്ലെന്നാണ്. ചടങ്ങിന് ചില സമരങ്ങൾ നടത്തിയിട്ട് കഴിഞ്ഞ ജൂൺ 17-ാം തീയതി രാജസ്ഥാനിലെ കോട്ടയിൽ പ്രതിപക്ഷ നേതാവ് ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ ഏതാണ്ട് 17 ദിവസം നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. ജൂൺ 6-ാം തീയതി 7-ാം തീയതി ജൂലൈ 6-ാം തീയതിക്ക് ശേഷം അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ സമരത്തിലേക്ക് വരുന്നത്. അതായത് ഈ സമരം നടക്കുന്നത് നേരത്തെ നടന്ന നമ്മുടെ കർഷക സമര സമയത്തും അതുപോലെ പൗരത്വ ബില്ലിനെതിരായ സമരത്തിലുമൊക്കെ കണ്ടതുപോലെയുള്ള ഒരു അന്താരാഷ്ട്ര അജണ്ട ഇതിൻ്റെ പുറകിലുണ്ട്. കാരണം ഞാനിത് പറയാൻ കാരണം നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി സ്പോൺസർ ചെയ്യുന്ന, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന
നമുക്കറിയാമല്ലോ, അമേരിക്ക തന്നെ ഓൺ ചെയ്തതാണ്. ആ തരത്തിൽ ഒരു പ്രക്ഷോഭം നടക്കുന്നു. അത് പിന്നീട് നമ്മൾ കാണുന്നത് നേപ്പാളിൽ കണ്ടു. അതിനു മുമ്പ് തന്നെ ശ്രീലങ്കയിലും മറ്റൊരു തരത്തിൽ നടന്നിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ഒരു ജനകീയ സമരത്തിന് ഇതിനെ ഒരു കാരണമാക്കിയത് യഥാർത്ഥത്തിൽ ഇത് വളരെ ഗുരുതരമായ വിഷയമാണ്. ഞാൻ ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏതാണ്ട് 35 വർഷം അധ്യാപകനായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലും വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം എനിക്കിതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ NTA-യുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാം. ആ തരത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 20 വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2014 മുമ്പ് നടന്ന ഗുരുതരമായ വിഷയങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയുടെ ഇനിഷ്യേറ്റീവിലാണ് മുമ്പ് നടത്തിയിരുന്ന ഓൾ ഇന്ത്യ എൻട്രൻസ് എന്നുള്ള AIPMT എന്ന് പറയുന്ന ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് എന്നുള്ളൊരു, അതായത് അന്ന് സെൻട്രൽ ഗവൺമെൻറ് കോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള 15% സീറ്റിനുള്ള പരീക്ഷകളാണ്. ആ പരീക്ഷയിലെ നിരന്തരമായ ക്രമക്കേടിൻ്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയാണ് ഒരു നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് 2013 അത് വരികയും പിന്നെ അത് എൻട്രൻസ് നടന്നെങ്കിലും അത് വിജയിക്കാതെ പോയി. പിന്നെ 2016 ശേഷമാണ് ഇന്നത്തെ നീറ്റ് വരുന്നതും 2017 ശേഷമാണ് NTA എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങുന്നത്. അത് നമ്മൾ PSC പോലെ തന്നെ മിനിസ്ട്രിയിൽ നിന്ന് തികച്ചും സ്വതന്ത്രമായ ഒരു സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അതിന് ഒരുപാട് പരിമിതികളുണ്ടാവാം, അതിനോട് ന്യൂനത ഉണ്ടാവാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 2024 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റിയെ വയ്ക്കും. അപ്പം ഞാൻ വ്യക്തിപരമായിട്ട് അതിൻ്റെ മുന്നിൽ നിർദ്ദേശം വെച്ച ഒരാളാണ്. ഈ സമരം നടത്തുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയോ ഇതിൻ്റെ നേതാക്കളോ ഇവിടെ സംസാരിച്ച ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആളുകളോ ഇതിൻ്റെ ന്യൂനതകളോ ഇത് പരിഹരിക്കുന്നതിനുള്ള വിഷയങ്ങളോ പറയുന്നത് വെറും രാഷ്ട്രീയമായിട്ടുള്ള ഒരു മന്ത്രിയുടെ രാജി അവർ ഒതുങ്ങുകയാണ്. ഈ മന്ത്രിയുടെ രാജി കൊണ്ട് ഈ വിഷയം തീർന്നില്ല. കാരണം നമ്മുടെ സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്താണ്? ഈ വിദ്യാർത്ഥികളോട് സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്താണ്? അങ്ങ് ഈ പറയുന്ന സമരം ചെയ്യാനെടുത്ത സമയത്തെക്കുറിച്ച് അങ്ങ് പരിഹസിക്കുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നീറ്റ് വിഷയം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരരൂപത്തിലേക്ക് എത്തിയില്ല എങ്കിൽ കൂടി ആ വിഷയം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളതാണ്. സമരത്തേക്ക് എത്തിയിട്ടില്ല, അതിൽ കോൺഗ്രസ് മറുപടി പറയട്ടെ. പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രൂപത്തിലേക്ക് വരുന്നതും അതിനുശേഷം ഈ വിഷയം ഏറ്റെടുത്ത സമരത്തിലേക്ക് വരുന്നതും നിങ്ങൾക്ക് ആ സമരത്തിന്റെ ഈ പറയുന്ന അഭിജിത് ദീപ്കെ പോലെ ഈ സമരം ഈ പാർട്ടി രൂപീകരിച്ചവരെ നിങ്ങൾക്ക് പരിഹസിക്കാം. പക്ഷേ അവിടേക്ക് കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ അവർ പറയുന്ന പരാതികൾ അവർ ആരുടെ മുന്നിൽ പറയണം? ശ്രീ ജയപ്രസാദ്, അവർ പറയുന്ന കളവാണെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അവിടെ കരഞ്ഞു പറയുന്ന മാതാപിതാക്കൾ അങ്ങ് കാണുന്നില്ലേ? ഈ മരിച്ചു വീണ കുട്ടികൾ 13 എന്നാണ് ഔദ്യോഗിക കണക്ക്, പക്ഷേ 20-ലധികം പേരുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടേ? ഇതിനുള്ള ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? ശ്രീ ജയപ്രസാദ്, സമരം തുടങ്ങിയ സമയമാണോ അങ്ങേക്ക് പ്രശ്നം? അല്ലല്ല, തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അത് ഞാൻ പറയാൻ കാരണം കേരളത്തിലെ PSC-യുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ വിഷയങ്ങളുണ്ടായി. ഇപ്പം ജോൺ ബ്രിട്ടാസിൻ്റെ പാർട്ടി ഭരിച്ചിരുന്ന 10 വർഷത്തിനുള്ളിൽ നമുക്കറിയാം പോലീസ് കോൺസ്റ്റബിൾ ഇഷ്യൂ മുതലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിലും കേരളത്തിലെ PSC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും അവിടെ നമ്മൾ മന്ത്രിയെ ഒന്നും രാജിവെക്കാൻ ആരും പറഞ്ഞില്ല, മന്ത്രിസഭയ്ക്കെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ രക്ഷാപ്രവർത്തനം നടത്തിയതിനെ ന്യായീകരിച്ച ജോൺ ബ്രിട്ടാസാണ് ഇപ്പം നമ്മളുടെ ഡൽഹിയിലെ വളരെ ഭീകരമായ അന്തരീക്ഷം. ഒരുപാട് ദേശീയ ചാനലുകൾ നമുക്ക് വിഷയത്തിൽ ഊന്നി സംസാരിക്കുമ്പോൾ ഈ വിഷയത്തിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ട്. അങ്ങ് ഈ കുഞ്ഞുങ്ങളുടെ കുടുംബത്തെ കാണുന്നില്ലേ? അവിടെ കരഞ്ഞ് പ്രതികരിക്കാനെത്തുന്ന മാതാപിതാക്കളെ അങ്ങ് കാണുന്നില്ലേ? ഇത് രാജ്യദ്രോഹമാണെന്ന് അങ്ങേക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അങ്ങ് ഒരു അധ്യാപകനായിരുന്നില്ലേ? അല്ലല്ല, ഈ വിഷയത്തിൽ വളരെ സീരിയസ് ആയിട്ട് കാണുന്നതാണ്. എൻ്റെ 2 കുട്ടികളും ഇതുപോലെ പ്രവേശന പരീക്ഷകളിലൂടെ UG PG ഒക്കെ വിജയിച്ച ആളുകളാണ്. എനിക്കിതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം അറിയാം. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഈ സമരം നടത്തേണ്ടിയിരുന്നത്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ സമരം നടത്തേണ്ടിയിരുന്നത് കഴിഞ്ഞ മെയ് 3-ാം തീയതിക്കും 12-ാം തീയതിക്കും ഇടയിലായിരുന്നു. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു പാർട്ടി രൂപം കൊണ്ടില്ലായിരുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഞാൻ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ NTA എന്ന് പറയുന്ന ഇപ്പൊ ഏതാണ്ട് കഴിഞ്ഞ ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. അങ്ങ് ഉടനെ PSC-യിലേക്കും രക്ഷാപ്രവർത്തനത്തിലേക്കും PSC പോലെ സ്വതന്ത്രമായ ഒരു ഏജൻസിയാണ് PSC പോലെ. അതിന്റെ ധാർമ്മികമായോ നിയമപരമായോ ഉത്തരവാദിത്തം മന്ത്രിക്കുണ്ടായ യാതൊരു സംശയമില്ല. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു മുഴുവൻ സമയ പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നും ഹാജർ ഒപ്പിടണം എന്നുള്ളതാണ്. അങ്ങേ പോലുള്ളവർക്ക് പ്രതിപക്ഷ നേതാവ് എന്നും ഈ രാജ്യത്ത് ഹാജർ ഒപ്പിടണം. അദ്ദേഹം 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച അദ്ദേഹത്തിന് മാറി നിൽക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് സ്വകാര്യ ജീവിതമൊന്നും ഇല്ലല്ലോ. ഇവിടുത്തെ പ്രധാനമന്ത്രി എവിടെ? പാർലമെന്റിൽ പ്രധാനമന്ത്രി വന്നിട്ട് എത്ര ദിവസമായി? ഞാൻ അതിന്റെ രാഷ്ട്രീയ വശമല്ല പറയുന്നത്. രാഷ്ട്രീയ വശം പറയാൻ പറ്റുന്നുണ്ടല്ലോ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്
അല്ല, ഞാൻ പറഞ്ഞത് രാജിവെക്കുക എന്ന് പറഞ്ഞത് രാഷ്ട്രീയ വിഷയമാണ്. ഞാൻ പറഞ്ഞത് NTA പോലുള്ള ഒരു ഏജൻസി നാളെയും പരീക്ഷകൾ നടത്തും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഏതാണ്ട് ഇപ്പം 15ഓളം മേജർ നാഷണൽ എൻട്രൻസ് പരീക്ഷ നടത്തുന്നുണ്ട്. 90% പരീക്ഷകളും വിജയകരമായി നടത്തിയിട്ടുണ്ട്. അതിനകത്ത് നീറ്റ് തന്നെ 2024 ഉൾപ്പെടെയുള്ള നീറ്റ് വിഷയം 10 വർഷത്തിനെതിരെ 152 ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട് എന്നതിന്റെ ഉത്തരവാദിത്തം ആർക്ക് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ശ്രീ NP ആഷ്ലിയിലേക്ക് പോകുന്നു. സെന്റ് സ്റ്റീഫൻസ് കോളേജ് അധ്യാപകൻ. അല്ല, തീർച്ചയായിട്ടും ഞാൻ സർക്കാരിനെ ഇതിനകത്ത് നിന്ന് കുറ്റവിമുക്തനാക്കുന്നതേ ഇല്ല. ശരി, ശ്രീ ആഷ്ലിയിലേക്ക് ഞാൻ വരാം. ആഷ്ലി ഡൽഹിയിലാണ് ഉള്ളത്, ഡൽഹിയിലെ അധ്യാപകരാണ്. ആഷ്ലിക്ക് അറിയാം അവിടെ ജന്തർ മന്ദറിലേക്ക് വന്നിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒഴുക്ക്, അവിടെ സമരത്തെ പോലീസ് നേരിട്ട രീതി, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം ആഷ്ലിയിലേക്ക്. ചർച്ചയിലേക്ക് മടങ്ങിയെത്തും മുമ്പ് ഇപ്പോൾ CJP സമരത്തെ പിന്തുണച്ച നടൻ ടൊവിനോയുടെ വീടിന് മുന്നിൽ യുവമോർച്ച പ്രതിഷേധിക്കുകയാണ്. ഇരിഞ്ഞാലക്കുടയിലെ വീടിന് മുന്നിലേക്ക് വായ മൂടിക്കെട്ടി യുവമോർച്ച പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. ജേസൺ ചാമോൾ വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നൊക്കെ വലിയ പിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്നുണ്ട്. അതിൽ ടൊവിനോ തോമസ് ഒരു പ്രതികരണം വിദ്യാർത്ഥികൾക്കൊപ്പം എന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അവിടേക്ക് ഇപ്പോൾ വായ്മൂടി കെട്ടിക്കൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. എന്താണ് ഈ പ്ലക്കാർഡുകളൊക്കെ എഴുതിയിരിക്കുന്നത്? സ്മൃതി, പ്രതിഷേധം അവസാനിച്ചു. ടൊവിനോയുടെ ഇരിഞ്ഞാലക്കുടയിലുള്ള വീടിന് മുമ്പിലാണ് യുവമോർച്ച പ്രവർത്തകർ വായ് മൂടിക്കെട്ടിക്കൊണ്ടുള്ള പ്രതിഷേധ സമരം നടത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വീടിന് മുൻപിൽ തന്നെ നിരന്നു നിന്നാണ് പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം എന്ന് പറയേണ്ടി വരും. കേരളത്തിലെ PSC റാങ്കിലുള്ളവർ മണ്ണുവാരിറ്റെന്ന് പ്രതിഷേധിച്ചിട്ടും കേരളത്തിലെ നഴ്സുമാർ മാസങ്ങളോളം സമരം ചെയ്തിട്ടും വായ തുറക്കാത്ത രാഷ്ട്രീയമില്ലെന്ന് പറയുന്ന നടൻ വീണ്ടും രാഷ്ട്രീയം നോക്കി വായ തുറന്നു തുടങ്ങിയുള്ള പോസ്റ്ററുകളും ബാനറുകളുമാണ് അവർ കയ്യിൽ കരുതിയിരുന്നത്. പ്രതിഷേധം ഏതാനും മണിക്കൂറുകൾ നീണ്ടു. ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട CJP സമരവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് യുവമോർച്ചയുടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സ്മൃതി. ശരി, ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പ്രതിഷേധിക്കുന്നവര്, പ്രതിഷേധത്തിന് പിന്തുണ നൽകുന്നവർക്കെതിരെയൊക്കെ ഒരു പ്രതിഷേധം ഇവിടെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ശ്രീ ആഷ്ലിയിലേക്ക് പോകുന്നു. ആഷ്ലി, ഇപ്പോൾ നടക്കുന്ന സമരം അരാഷ്ട്രീയ സമരം എന്നാണല്ലോ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ ആദ്യം കണ്ടിരുന്നത്. പക്ഷേ അവരൊരു വിഷയം മുൻനിർത്തി, മറ്റു വിഷയങ്ങളിൽ പ്രതികരിക്കാത്തവരായിരിക്കാം, പക്ഷേ ഒരു വിഷയം മുൻനിർത്തി വിദ്യാർത്ഥികൾക്ക് വേണ്ടി രംഗത്ത് വന്നവരാണ്. അവിടേക്ക് വിദ്യാർത്ഥികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരവരുടെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഈ സമരത്തിന്റെ ഭാവി എങ്ങനെയാണ് കാണുന്നത്? ഇവരെ രാജ്യദ്രോഹികളെന്ന മുദ്ര കുത്തുന്നുണ്ട് സർക്കാർ. ഒരുപക്ഷെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയേക്കാം എന്ന് കേൾക്കുന്നു. അതാണ് സോനം വാങ്ചുക്കും ചൂണ്ടിക്കാണിച്ചത്. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. എനിക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യം, ഇത് ചോദ്യപേപ്പർ ചോരാം, അതിന് പ്രതിഷേധം വരാം, പ്രശ്നങ്ങൾ വരാം. അപ്പൊ ഇതിന് എല്ലാത്തിനും BJPക്കുള്ള ഒരേ ഒരു മറുപടി, ഇതൊക്കെ ദേശവിരുദ്ധ ഒരു അജണ്ടയാണ് എന്നുള്ളതാണ്. അത് ഏത് ചോദ്യം ചോദിച്ചാലും ആ ഒരൊറ്റ മറുപടിയുള്ളൂ. അപ്പൊ ഇതിനുള്ളൊരു ഒരു വളരെ എളുപ്പമുള്ളൊരു പണി, ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പൊ രാജിവെച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ വീട്ടിൽ കൊണ്ടുവരും. കാരണം അവര് ആ ഒരു സിംഗിൾ അജണ്ടയിലാണ് അത് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള അപ്പൊ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെയും ബാക്കിയുള്ള ദേശവിരുദ്ധരെ എല്ലാവരെയും ഒറ്റയടിക്ക് തോൽപ്പിക്കാനും പറ്റും. അത് എളുപ്പമാണ്. അപ്പൊ അതിലേക്ക് അവര് പോകണം എന്നുള്ളതാണ് ഒരു ഇത്. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു സിംഗുലർ ഇവന്റ് ആയിട്ട് കാണുന്നിടത്തുള്ള ഒരു പ്രശ്നം ഞാൻ പറയാം. അതായത് ഇതിനു മുമ്പ് സംഭവിച്ചു 152 പ്രാവശ്യം എന്നൊക്കെ പറയുന്നു. അതിന്റെ കൃത്യം ഇതില്ല. പല സമയത്തായിട്ട് ഇനി ഇന്ത്യയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോരാൻ വേറെ വഴിയില്ല. ഒരു പരീക്ഷ കൊള്ളാൻ ഇനി വേറെ വഴി കണ്ടുപിടിച്ചിട്ട് വേണം. അത്രയും അവൈലബിൾ ആയ എല്ലാ ഓപ്ഷൻസും ചെയ്തു കഴിഞ്ഞു. ഇതിന് എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം, ഇപ്പോ രണ്ടാമത് നീറ്റ് നടത്തുമ്പോൾ ഇവിടെ ടെലിഗ്രാം നമ്മൾ ബാൻ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ടെലിഗ്രാമിലൂടെയാണ് ഈ സാധനം എല്ലായിടത്തും പെട്ടെന്ന് എത്തുന്നത്. പക്ഷേ വാട്സാപ്പിലൂടെ എത്തും, ജിമെയിലൂടെ എത്തും, വേറെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതൊന്നും ഇത്ര പെട്ടെന്ന് അറിയില്ല. അപ്പൊ ലീക്കായി എന്നുള്ളതല്ല, ലീക്കാകുന്നത് അറിയുന്നതാണ് പ്രശ്നം എന്നുള്ള രീതിയിലുള്ള ഒരു ബോധ്യത്തിലാണ് ഈ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രശ്നം. അപ്പൊ എനിക്ക് തോന്നുന്നൊരു സംഗതി, നമ്മൾ ആദ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാരണം ഇങ്ങനെ വെറുതെ ആളുകൾ ആരുടെ അജണ്ടയാണ്, ആരുടെക്കോ അജണ്ടയിലാണ് അഭിജിത്തിക്കോ വന്നിട്ടുള്ളത്, ആരുടെക്കോ അജണ്ടയിലാണിത് എന്നൊക്കെ പറയുന്നത് ഒരു കാര്യമേ ഇല്ലാത്ത സാധനമാണ്. ഇത് വളരെ പെട്ടെന്ന് കാറ്റുവെച്ച് വിടാവുന്ന ഒരു സാധനമാണ്. രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നത് നമ്മളിതൊരു അരാഷ്ട്രീയ സമരം, നമ്മൾ വളരെ വലിയ വിനയത്തോടു കൂടി മാത്രം കാണേണ്ട ഒരു സമരമായിട്ട് എനിക്കിത് കാണുന്നത്. അത് രാഷ്ട്രീയക്കാരായാലും ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക്, ഞാനും ഒരു 40കളിലുള്ള ഒരാളെന്നുള്ള നിൽക്കും. കാരണം നമ്മള് ഈ ഒന്നാമത് രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയ പാർട്ടികളുടെ വിചാരം രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതാണ് രാഷ്ട്രീയം എന്നാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നതാണ് രാഷ്ട്രീയം എന്നാണ്. അല്ല. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്, പാർട്ടികളിൽ നിന്നുണ്ടാകുന്നതല്ല രാഷ്ട്രീയം. അത് ജനങ്ങളുടേതാണ്. അപ്പൊ ഇതില് അവസാനം വന്നതാണ് എല്ലാവരും. ആദ്യം ഒരു ജെന്യൂൻ ആയ ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടായി. ഈ ജെന്യൂൻ ആയ സോഷ്യൽ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് മാത്രം എടുക്കാൻ ആരെങ്കിലും വേണം.
അപ്പൊ അത് ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആദ്യം ഓൺലൈനിൽ പിന്നെ ഓഫ്ലൈനിൽ ഗ്രൗണ്ടിൽ ജന്തർ മന്ദറിൽ അത് വരുന്ന സമയത്ത് അതിൽ പിഗി ബാഗ് ചെയ്ത് അതിന്റെ കൂടെ ഒന്ന് കേറുന്നതാണ് എല്ലാ രാഷ്ട്രീയക്കാരും, അല്ലെങ്കിൽ അവരതിന്റെ കൂടെ നടക്കുന്ന ആളുകൾ. അപ്പൊ അതില്ലാത്തതുകൊണ്ട് ഇതൊന്നും രാഷ്ട്രീയമല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ പറയണം. നമ്മൾ അജണ്ട തീരുമാനിക്കുന്ന, ജനങ്ങളുടെ അജണ്ട തീരുമാനിക്കുന്ന ആക്ടാണ് രാഷ്ട്രീയം. പക്ഷെ ആ രാഷ്ട്രീയം ഒരു പാർട്ടിയുടെ ഇതല്ല, അവരുടെ കുത്തകയോ ഒരു പാർട്ടിയുടെ. അത് ഇപ്പോ BJP തന്നെ സമാധാനമാവും ഇതൊരു പ്രതിപക്ഷ കക്ഷികളും ഭരണകക്ഷിയും തമ്മിലുള്ള ഒരു ചർച്ചയാക്കി മാറ്റി. അതല്ല, ഇവിടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള 3 സമരങ്ങൾ നോക്കിയാൽ അറിയാം. അതില് മൂന്ന് തരം ഗ്രൂപ്പുകളുള്ളതായിട്ട്. ഒന്ന്, പൗരത്വ ഭേദഗതിക്കെതിരായ പ്രതിഷേധം. അത് സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ നടന്ന ഒരു മൂവ്മെന്റ് ആണ്. അതിൽ സ്ത്രീകളായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കാര്യമായിട്ട് ഷഹീൻബാഗിലെ സ്ത്രീകളാണ് നടത്തി. രണ്ടാമത് ഫാർമേഴ്സിന്റെ മൂവ്മെന്റ്. അതിലേക്ക് പിന്നെ രാഷ്ട്രീയക്കാരൊക്കെ അതിന്റെ ഭാഗമായിട്ടൊക്കെ വന്നു, പക്ഷെ അവരെല്ലാം അത് നടത്തിയത് ഫാർമേഴ്സ് നടത്തി. ഇതിപ്പോ വിദ്യാർത്ഥികൾ നടത്തുന്നു, അവരൊരു പാർട്ടിക്കാരും അല്ല. അപ്പൊ ഈ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് ഒരു ആവശ്യം പറയണെന്ന് വെച്ചാൽ ഇനിയും പേപ്പർ ചോരും, ഇനിയും ഇതൊക്കെ നടക്കും, ആരോടും ചോദിക്കാനില്ല. പിന്നെ ഇതിനെ നേരിടുന്നതിൽ ഔദ്ധത്യം. നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം, 2016 FTII പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാവുന്ന പ്രശ്നം. ഗജേന്ദ്ര ചൗഹാനെ ഇവര് പിടിച്ച് ചെയർമാനാക്കുന്നു, അപ്പോ ചെയർപേഴ്സൺ ആക്കുന്നു. ഈ BJP ചെയർപേഴ്സൺ ആക്കുന്നു. BJPക്ക് തന്നെ അതിനേക്കാൾ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. ഗജേന്ദ്ര ചൗഹാനെ വെച്ചു. അപ്പൊ വെച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു അത് കുറച്ചു ദിവസം കൂടുതൽ സമരം ചെയ്യും. കാരണം ഗജേന്ദ്ര ചൗഹാൻ BJPക്കാർക്ക് തന്നെ അറിയാം ഇൻഡിഫെൻസിബിൾ ആണ് ആസ് ദ ചെയർപേഴ്സൺ ഓഫ് FTII. അപ്പോ അവര് വെച്ചു, ഇനിയിപ്പോ ഞങ്ങളെ പാർട്ടി തീരുമാനിച്ച് ഞങ്ങൾക്ക് മാറാൻ പറ്റില്ല, ഞങ്ങളുടെ ഒരു തീരുമാനം എടുത്താൽ നടന്നു തന്നെ പറ്റും എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. 2 ദിവസം കൊണ്ട് സമരം ചെയ്തങ്ങ് പോകുന്നു. ഉണ്ടായില്ല. 144 ദിവസം സമരം നടന്നു. അത് ആ രീതിയിൽ, കാരണം അവർക്ക് തന്നെ അറിയാം ഇൻഡിഫെൻസിബിൾ ആണ് എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം പോകരുത്. എന്തുകൊണ്ടാണ് പോകരുത് എന്ന് പറയുന്നത്? അതിന് കറപ്ഷനാണോ വേറെ താല്പര്യമാണോ? ഇത് വീക്ക്നെസ് ആയിട്ട് തോന്നും. ഇത് പ്രധാനമന്ത്രിയുടെ വീക്ക്നെസ് ആയിട്ട് തോന്നും. പ്രധാനമന്ത്രി രാജാവല്ല, പ്രധാനമന്ത്രി ദൈവമല്ല. പ്രധാനമന്ത്രി നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഒരാളാണ്. ഇതിനു മുമ്പ് വേറെ പ്രധാനമന്ത്രിമാരുണ്ടാവും, നാളെ വേറെ പ്രധാനമന്ത്രിമാരുണ്ടാവും. അപ്പൊ ഈ തരത്തില് പ്രധാനമന്ത്രിയെ ഉപയോഗിച്ചിട്ട് എന്തും, പിന്നെ ഒരു അജണ്ട ഉള്ളത് ഈ പറഞ്ഞ ദേശദ്രോഹമാണ്, അല്ലെങ്കിൽ വേറെ അജണ്ട കൊണ്ടാണ്. ഇപ്പൊ ഞാൻ കാണുന്ന ഒരു കാര്യം, ഫേസ്ബുക്കിൽ ഞാൻ വളരെ അപൂർവമായിട്ട് ഇപ്പൊ ഫേസ്ബുക്ക് കയറാറുള്ളൂ. എന്റെ ഫീഡിൽ മുഴുവൻ എന്തുകൊണ്ട് ഇതൊക്കെ ഒരു ഫണ്ടഡ് ആണെന്നുള്ളത് ഞാൻ അറിയാത്ത ആളുകളുടെ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാ വരുന്നത്? പെയ്ഡ് ആണ്. ദിലീപ് ഇഷ്യൂല മുമ്പ് കണ്ടിട്ടില്ല ഇങ്ങനെ. അപ്പൊ ഈ രീതിയിൽ ഇവര് ഒലഞ്ഞു പോയിട്ടുണ്ട്. കാരണം ആ നമ്പേഴ്സ് ആദ്യം തന്നെ ഓൺലൈനിൽ നമ്പേഴ്സ് വന്നപ്പോൾ തന്നെ ഇവർക്ക് അറിയാം. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വാശിയും കൊണ്ട് നടന്നാൽ സ്റ്റുഡൻസിനോട് ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. അവർക്ക് അവരുടെ സെൻസ് ഓഫ് റൈറ്റ്, ശരി എന്ന ബോധ്യമേ ഉള്ളൂ. അവർക്ക് വേറെ ഒന്നും വേണ്ടാനും കിട്ടാനില്ല. അവരെ പ്രതിപക്ഷങ്ങളെ ഡീൽ ചെയ്യാൻ പൈസ കൊടുത്തിട്ടോ ED കാണിച്ചിട്ടോ ഒക്കെ ഡീൽ ചെയ്യാൻ BJP പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ജനതകൾ അതിന് ഡീൽ ചെയ്യാൻ BJPക്ക് അല്ല ഒരു പാർട്ടിക്കും പറ്റില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞു. ചിലരെ ഡീൽ ചെയ്യുമായിരിക്കും, പക്ഷേ അതിന് പിന്നാലെ കൂടുതൽ പേർ സമരത്തിലേക്ക് വരികയാണെന്നുള്ളതാണ്. അവർ അത് അത്ര വേഗം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇതിപ്പോൾ എല്ലാ വിഷയങ്ങളിലും നമ്മുടെ ജനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ആശ്രയം എന്നുള്ളത് കോടതിയാണല്ലോ. ഇപ്പോൾ ഈ കോക്രോച്ചുകൾ എന്ന പ്രയോഗം നടത്തിയത് രാജ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. ചീഫ് ജസ്റ്റിസിന്റെ ആ പ്രയോഗത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടായത്. അവരൊരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് സമരത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നിപ്പോൾ അവർക്കെതിരെ പാർലമെന്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ നടന്ന പോലീസ് തേർവാഴ്ച, അതിന്റെ ദൃശ്യങ്ങളടക്കം കോടതിയിൽ കൊണ്ടുവരുമ്പോൾ കോടതിക്ക് കാണാൻ സമയമില്ല എന്നാണ് പറയുന്നത്. കാണാൻ സമയമില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നീതിപീഠത്തിൽ നിന്നും നീതി കിട്ടില്ല എന്നാണ്? ഈ അടുത്ത കാലത്ത് കോടതികളിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ ഒരിക്കലും ശുഭസൂചകമല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, കോടതി എപ്പോഴെങ്കിലും എക്സിക്യൂട്ടീവിൻ്റെ വാലായിട്ട് അനുബന്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജനാധിപത്യം അപകടത്തിലാണ്. വിവിധ പില്ലറുകൾക്കിടയിലുള്ള ചെക്ക് ആൻഡ് ബാലൻസ് ആണ് ജനാധിപത്യത്തെ സാർത്ഥകമാക്കുന്നത്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് വലതുപക്ഷ നിരീക്ഷകൻ എന്ന് പറഞ്ഞ് ഡോക്ടർ കെ ജയപ്രസാദ്, വ്യക്തി, എനിക്കൊന്ന് അതിൻ്റെ പേര് ജയപ്രസാദാണ്. അദ്ദേഹം പ്രസാദ് പറഞ്ഞ കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. അതായത് അദ്ദേഹം ഒരു അധ്യാപകനാണ്. അതായത് ഈ RSS ഹാൻഡിലുകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന അന്താരാഷ്ട്ര ഗൂഢാലോചന, ഡീപ്പ് സ്റ്റേറ്റ്, ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ലിപികളൊന്നും എടുക്കരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ,
നമ്മളൊക്കെ ഇവിടെ ഡൽഹി ജീവിക്കുന്ന ആൾക്കാരാണ്, ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നവരാണ്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, ഒരു പക്ഷേ ഇവിടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം KP ഉണ്ണികൃഷ്ണൻ്റെ, വളരെ മഹാനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ്, എത്രയോ കാലം പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന ആളാണ്, കേരളത്തിൻ്റെ അഭിമാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ നിരഞ്ജന മുംബൈയിൽ നിന്ന് ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഡൽഹിയിലെത്തി. എന്നെ വിളിച്ച് കണ്ടു. ഞാൻ പറയാണ്, അങ്ങനെ എത്രയോ ആൾക്കാർ വരുന്നുണ്ട്. ഇതൊക്കെ ഡീപ്പ് സ്റ്റേറ്റ്. എന്താ കാരണം വെച്ചാൽ നിങ്ങൾക്കൊരു സമരത്തെ നേരിടാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ താറടിച്ച് അപകീർത്തിപ്പെടുത്തി ഈ രൂപത്തിൽ ചിത്രീകരിക്കുക എന്നുള്ളത് ഒരു രീതിയാണ്, അതൊരു ഫാഷിസ്റ്റിൻ്റെ രീതിയാണ്. എനിക്ക് ജയപ്രസാദിനോട് ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. മുമ്പ് ഈ സോണം വാങ്ചൂക്കിൻ്റെ പിതാവ് ലഡാക്കിൽ ഒരു നിരാഹാരം ഇരുന്നപ്പോൾ അന്ന് ആരാണ് ആ നിരാഹാരം മുറിക്കാൻ വേണ്ടിയിട്ട് ലഡാക്കിലേക്ക് പറഞ്ഞതെന്നറിയോ? സാക്ഷാൽ ഇന്ദിരാഗാന്ധി. അത് ജനാധിപത്യത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു മര്യാദയാണ്. നോക്കുക, ഇന്ന് ഇവിടെ 3 ആഴ്ച ഈ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നു, സോനം വാങ്ചുക്ക് ഇരിക്കുന്നു. ഈ ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും, അധികാര കേന്ദ്രത്തിൽ നിന്ന് ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയോ? നിങ്ങൾ എന്തു ഈ ഒലക്കേല വർത്താനം ഈ പറയണ ഡീപ്പ് സ്റ്റേറ്റ്, അന്താരാഷ്ട്ര ഗൂഢാലോചന. അങ്ങനെയാണ് എന്നെ അറസ്റ്റ് ചെയ്യണം. ഞാൻ 10 തവണയെങ്കിലും ഈ ജന്തർ മന്ദിറിൽ പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ന ഡേറ്റിൽ ഒരു സമരം തുടങ്ങിയാൽ മാത്രമേ ആ സമരത്തിനൊരു സാങ്ക്ടിറ്റി ഉള്ളൂ. ജയപ്രസാദ്, നിങ്ങളൊരു സാമൂഹ്യ ശാസ്ത്ര വിദ്യാർത്ഥിയാണെന്ന് ഞാൻ വിചാരിക്കട്ടെ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വിഷയം എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്കറിയോ JPയുടെ സമ്പൂർണ്ണ വിപ്ലവം ആരംഭിച്ചെങ്ങനെയാണെന്ന്? ഒരു കോളേജ് ഹോസ്റ്റലിലെ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട ഒരു നിമിത്തത്തെ മുൻനിർത്തിയാണ് ഒരു അർദ്ധ റിട്ടയർമെൻറ്റിലേക്ക് പോയ JP ഈ സജീവ മുന്നണിയിലേക്ക് വരുന്ന. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ, അങ്ങനെയാണ്. ലെനിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചില പതിറ്റാണ്ടുകളിൽ ഒന്നും നടക്കില്ല, ചില ആഴ്ചകളിൽ പതിറ്റാണ്ടുകൾ നടക്കുമെന്നുള്ളത്. അത് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് അസുഖകരമാകുന്ന സമരങ്ങളെയൊക്കെ ഇതുപോലെ മുദ്രകുത്തി താറടിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഇനി താങ്കളിപ്പോൾ കേരളത്തിലെ PSC അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, എത്ര വേണമെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഡീൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരുപക്ഷെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ആഷ്ലിക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ കുറേ വർഷമായിട്ട് എല്ലാ പരീക്ഷകളും ഡൽഹിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. ഇപ്പോൾ CUT, ഞാനിവിടെ ഡൽഹിയിൽ JNUവിൽ ഒരു വിദ്യാർത്ഥിയായിരുന്ന ആളാണ്. ഇപ്പോൾ എന്താണ്, അതായത് ദക്ഷിണേന്ത്യയിൽ നിന്നൊക്കെ വിദ്യാർത്ഥികൾ കൂടുതൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി CUT എന്നൊരു സംവിധാനം തുടങ്ങി. അതായത് കേന്ദ്രീകൃത എഴുത്ത് പരീക്ഷകൾ. പിന്നെ നിങ്ങൾ നോക്കുക, ഈ എഴുത്ത് പരീക്ഷകൾ നടത്തുന്ന ഈ സ്ഥാപനങ്ങളിൽ മുഴുവൻ കോൺട്രാക്ട് ലേബറാണ്. മാത്രമല്ല അവർ അത് ചെയ്തിരിക്കുന്ന അവരുടെ ബാട്ടറിയിരിക്കുന്ന ഏജൻസികൾ. ഇപ്പോൾ CBSEയുടെ പരീക്ഷ നടക്കുമ്പോൾ അതിൻ്റെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് ഏൽപ്പിച്ചത് ആരെയെന്നറിയോ? ഗ്ലോബറീന എന്ന് പറഞ്ഞ ഹൈദരാബാദ് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ RSSുമായി നല്ല ഇഴകോർക്കപ്പെട്ട ബന്ധമുള്ള ഒരു സ്ഥാപനത്തെയാണ്. അവർ ഈ തെലങ്കാനയിലെ ഇൻ്റർമീഡിയറ്റ് ബോർഡ് എക്സാം കുളവാക്കിയിട്ട് കരിമ്പട്ടിയിൽ വന്ന ഒരു കമ്പനിയാണ്. എന്തിനേറെ കണ്ണൂർ സർവകലാശാല കരിമ്പട്ടിയിൽ പെടുത്തിയ ഈ ഗ്ലോബറീനിയെ നിങ്ങൾ CBSEയുടെ പ്രധാനപ്പെട്ട ഏജൻസിയായിട്ട് നിയമിച്ചു. എന്നാ വലിയ കൊള്ളയാണെന്നറിയോ ഈ എഴുത്ത് പരീക്ഷകളുടെ കാര്യത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇത് കേവലപരമായിട്ട് പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത് എനിക്ക് ആഷ്ലി പറയുന്നതിനോട് ഞാൻ ഭാഗികമായി യോജിച്ചുകൊണ്ട് പറയട്ടെ, ഈ പറയുന്ന സംഘടിതമായ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ തുടങ്ങി വെക്കുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല. അതായത് ഇതൊരു നെറ്റ്വർക്കാണ്. അതിൽ സന്നദ്ധ സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്, സിവിൽ സൊസൈറ്റി ഉണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അങ്ങനെയാണ് ഈ പറയുന്ന രാഷ്ട്രീയം സർഗാത്മകമാകുന്നത്. ഇപ്പോൾ അവരുടെ കോസ് എന്താണെന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഈ ചെറുപ്പക്കാരിരിക്കുന്നത് അവിടെ ജന്തർ മന്ദിറിൽ, താങ്കളിപ്പോൾ വളരെ സുരക്ഷയിൽ 3000 കിലോമീറ്റർ അപ്പുറത്ത് ആണ് താങ്കൾ ജീവിക്കുന്നത്, യാതൊരു അലോസരമില്ലാതെ. താങ്കൾ ദയവ് ചെയ്തിട്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് താങ്കൾ ഒന്ന് ഇങ്ങോട്ട് വാ, ജന്തർ മന്ദിറിലേക്ക് വാ, ഈ കുഞ്ഞുങ്ങളെ കാണുന്നു. ആ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിലാരാണ് ഈ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ കണ്ണിയൊന്ന് പറ. പിന്നെ ഞാനൊരു കാര്യം ജയപ്രസാദിനോട് ഉറപ്പെടുത്തട്ടെ, അതായത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഈ സർക്കാരിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. സർവൈലൻസ് എന്നുള്ള സംവിധാനമുണ്ട്, പെഗാസസ് ഉൾപ്പെടെ എല്ലാ ആധുനിക സംവിധാനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും അന്താരാഷ്ട്ര ഏജൻസിയാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ എത്രയോ തെളിവുകൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റും.
നിങ്ങൾ അതൊന്നും ചെയ്യാതെ വെറുതെ അടച്ച് ഒരു സമരത്തെ നിങ്ങൾ ആക്ഷേപിക്കുക. നിങ്ങൾ നിശ്ചയിക്കുന്ന ദിവസം തുടങ്ങുന്ന സമരത്തിന് മാത്രമേ സാങ്കത്യമുള്ളൂ. നിങ്ങൾ പറയാത്തൊരു ദിവസം സമരം തുടങ്ങിയാൽ അതിലെന്തോ അപകടമുണ്ട്. ഇതെന്തോന്നടേ ജയപ്രസാദേ, ഇങ്ങനെയാണോ സമരങ്ങൾ ആരംഭിക്കുന്നത്? സമരങ്ങളൊക്കെ പലപ്പോഴും ഓർഗാനിക്കായിട്ട് നൈസർഗികമായിട്ട് പല എന്താ പറയുക വഴിത്തിരിവുകളിലൂടെ കടന്നു പോകുന്നതാണ് സമരങ്ങൾ. ചില ചെറിയ ചെറിയ നിമിത്തങ്ങൾ മതി. ഉദാഹരണം പറഞ്ഞാൽ ഈ സോനം വാങ്ചൂക്ക് ഒരു നിരാഹാരം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നൊരു ഘട്ടമുണ്ട്. എപ്പോഴാണ് സർക്കാരിൻ്റെ പ്രതികൾ അദ്ദേഹത്തെ വന്ന് കാണണമെന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങൾ പോയി അദ്ദേഹത്തെ കണ്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് പറയാൻ എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ വളരെ പ്രഷ്യസ് ആണെന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ഇതുപോലുള്ള ഈ പറയുന്ന ആൾക്കാരെ താറടിച്ച് വഴിതെറ്റിച്ചിട്ട് ഈ RSS ഹാൻഡിലുകളിൽ നിന്ന് കിട്ടുന്ന ഈ പറയുന്ന കഥകളും അതല്ലെങ്കിൽ ഡൽഹിയിലെ ഗോദി മീഡിയ, ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് ഇവിടെ റിപ്പബ്ലിക് TV MA ബേബി ഒന്നുകൂടെ പറഞ്ഞു തീർക്കാൻ, അതായത് ചൈനീസ് അംബാസഡറെ കണ്ടു, അതിനുശേഷം കോക്രോച്ച് പാർട്ടിയുടെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു, അതുകൊണ്ട് ചൈനയുടെ ഒരു ആസൂത്രണമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ ഔദ്യോഗികമായി വാർത്ത കൊടുത്തു. എന്നെ അമ്പരപ്പിച്ചൊരു കാര്യമാണ്. അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബൈലാറ്റർ റിലേഷനുള്ള പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. ചൈനയിലേക്ക് ഔദ്യോഗിക സംഘങ്ങളെ അയക്കുന്നതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രോ ചൈന സർക്കാർ എന്ന് പറയുന്നത് മോഡി സർക്കാരാണ്. ഇന്ത്യയുടെ ഇറക്കുമതി ചൈനയിൽ നിന്ന് 10 മടങ്ങാക്കിയത് മോദി സർക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു കഥയുണ്ടാക്കുക, ആ കഥ പ്രചരിപ്പിച്ചിട്ട് ഈ പറയുന്ന കൊടും ചൂടിൽ ഈ ഉഷ്ണത്തിൽ ഇവിടെ സമരത്തിലിരിക്കുന്ന അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ വിദ്യാർത്ഥികൾ എന്താ ചെയ്യുന്നതും കൂടെ മനസ്സിലാക്കണം. അതായത് പരസ്പരം അവർ ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശിക്കൊടുക്കുകയാണ്. മനസ്സിലായോ? അതായത് അത്രത്തോളം ഉഷ്ണത്തിൽ ഇവിടെ സമരത്തിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ആർജവത്തെയും ആത്മാർത്ഥതയും പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ ഒരുപക്ഷെ നിന്ദ്യമായ ഒരു കാര്യമാണ്. താങ്കളെപ്പോലൊരു അധ്യാപകൻ അല്ലെങ്കിൽ താങ്കൾ പ്രദാനം ചെയ്യുന്ന ഒരു ധാര ഒരിക്കലും ഇതുപോലുള്ള വില കുറഞ്ഞ പരിപാടികളിൽ വ്യാപൃതനാകരുത് എന്നുള്ള ഒരു വിനീതമായ അപേക്ഷ ഞാൻ താങ്കളുടെ മുമ്പിൽ വെക്കുകയാണ്. ശരി, ഞാൻ ശ്രീ ഡീൻ കുര്യാക്കോസിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഡോക്ടർ കെ ജയപ്രസാദ് പറഞ്ഞ അങ്ങ് കേട്ടല്ലോ. ഇപ്പോൾ പ്രതിപക്ഷം എവിടെയായിരുന്നു? ഇപ്പോൾ ഈ കോക്രോച്ച് പാർട്ടി വേണ്ടി വന്നു സമരം തുടങ്ങാൻ, അതിന് പിന്നാലെ വെച്ച് പിടിക്കുകയായിരുന്നു കോൺഗ്രസ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇത്രകാലം എവിടെയായിരുന്നു? അദ്ദേഹം കുറച്ചു കാലം വിദേശത്തായിരുന്നല്ലോ, തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കാൻ വൈകിയോ? അല്ല, ഈ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വളരെ ബാലിശമായിട്ടുള്ള പല ആശയപ്രകടനങ്ങളോടും സഹതാപം മാത്രം പ്രകടിപ്പിക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കുക, രാഹുൽ ഗാന്ധിയെ വിമർശിക്കുക എന്നുള്ളത് ഒരുതരം ഭ്രാന്താണ്. അത് ഇന്ത്യയിലെ BJP നേതാക്കന്മാർക്ക് ആ ഭ്രാന്ത് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ളതാണ്. ആ ഒരു ഭ്രാന്തിൻ്റെ പിന്നാലെ അദ്ദേഹത്തെ പോലെയുള്ള BJP വക്താക്കന്മാരും വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. രാഹുൽ ഗാന്ധി എന്ത് പഴിച്ചു? അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വളരെ ഉത്തരവാദിത്തപൂർണ്ണം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. രാഹുൽ ഗാന്ധി ഇവരൊക്കെ പേടിക്കുകയാണല്ലോ. രാഹുൽ ഗാന്ധി അല്ലാതെ വേറെ ആരാ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള സമരങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ? അദ്ദേഹം, ഞാൻ ചോദിക്കുന്നത്, ഈ വിഷയമുണ്ടായി ആദ്യം പ്രതികരിച്ച നേതാവ് അദ്ദേഹമാണ്. ആ കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഒബ്ജക്ഷൻ അല്ലെങ്കിൽ പാർട്ടിയുടെ പോഷക സംഘടനകളുടെ സമരങ്ങളൊക്കെ അവിടെ വന്നു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളതല്ല, രാജ്യത്തെ ചെറുപ്പക്കാരുടെ ഒരു സംഘാടനം എന്നുള്ള നിലയിലാണ് ഞങ്ങളതിനെ കാണുന്നത്. അതല്ലാതെ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന സ്പോൺസർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവരൊക്കെ ആക്ഷേപിക്കുന്നത് പോലെയുള്ള ഒരു കൂട്ടായ്മയായിട്ടൊന്നും ഞങ്ങളതിനെ കാണുന്നില്ല. ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഈ വിഷയത്തിൽ BJPക്ക് എതിരായി വന്നിട്ടുണ്ട്, ഈ ഗവൺമെൻറ്റിനെതിരായി വന്നിട്ടുണ്ട്, അതിലുപരിയായി. അപ്പോൾ ആ കാര്യത്തെ സംബന്ധിച്ച് അവധാനതയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യാൻ അമ്പയെ പാളിപ്പോയ ഒരു ഗവൺമെൻറ് അനാവശ്യമായി രാഹുൽ ഗാന്ധിയെ ഫിക്സ് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ ഇനി അതല്ലെങ്കിൽ പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ എന്തെങ്കിലും തരത്തിലൊന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു എസ്കേപ്പ് മാർഗം, ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് മാത്രം ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജയപ്രസാദും ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ മറ്റൊന്നും അതിനകത്തുനിന്ന് നമുക്ക് കാണേണ്ടതായിട്ടില്ല. ഞാൻ 2-3 കാര്യങ്ങൾ അദ്ദേഹത്തിന് മറുപടിയായി പറയാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വീഴ്ച എന്താണ്? മെയ് 3-ാം തീയതി സമരം ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ താങ്കൾ തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ രാജിവെക്കുമായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് അതിന് മറുപടിയില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാൻ പറയുന്നു, 2024
തുടർച്ചയായി ഇപ്പോൾ NTA രൂപീകൃതമായ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ പാർലമെൻറ്റിൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗമാണ്, എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗമാണ്. BJPയുടെ അംഗങ്ങൾ നിരവധിയായിട്ടുള്ളവർ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ NTA വന്നിട്ടുള്ള വീഴ്ചകൾ, ഈ കാര്യത്തിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വന്നിട്ടുള്ള വീഴ്ചകൾ, മന്ത്രിക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ, ഇതെല്ലാം ഈ പാർലമെൻ്ററി കമ്മിറ്റികൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെന്താ നിങ്ങളാരും കാണാത്തത്? അപ്പോൾ ഈ പറയപ്പെടുന്നത് പോലെ 2021, 2022, 2024 ഇതേ സമാനമായ ചോദ്യപേപ്പർ ചോർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ രൂപീകൃതമായ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ട് 2024 സമർപ്പിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് ആ റിപ്പോർട്ടിൻ്റെ മേലെയുള്ള ശുപാർശ നടപ്പിലാക്കിയില്ല? ഇത് ഗവൺമെൻറ്റിനെതിരെയുള്ള ചോദ്യമാണ്, ധർമ്മേന്ദ്ര പ്രധാനെതിരെയുള്ള ചോദ്യമാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയതിനു ശേഷമുണ്ടായ നടപടിയാണ്. ആ നടപടിയിൽ അദ്ദേഹം യാതൊരു തരത്തിലുമുള്ള പ്രതികരണം നടത്താത്ത വിഷയമാണ്. എന്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അക്കാര്യത്തിൽ മറുപടി പറയുന്നില്ല? ഇനി അതല്ലെങ്കിൽ സംഭവിച്ച കൃത്യവിലോപത്തെ സംബന്ധിച്ച് മറുപടി പറയുന്നില്ല. നമ്പർ 1. നമ്പർ 2, ഈ പറയപ്പെടുന്ന കഴിഞ്ഞ അധ്യയന വർഷം 2025-26 പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഞാൻ ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കൃത്യമായ ഇടപെടലുണ്ടാകുന്നു. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പാർലമെൻറ്റിൽ തന്നെ പ്ലേസ് ചെയ്യുന്നു ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നു, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റി ശുപാർശകളുടെ അടിസ്ഥാനത്തിലുള്ള യാതൊന്നും ഇവിടെ നടപ്പിലായിട്ടില്ല. NTA എന്ന് പറയുന്ന സംവിധാനം ഒരു കുത്തഴിഞ്ഞ പ്രസ്ഥാനമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒബ്സർവർമാരെ സംബന്ധിച്ച് ഇനി അതിൽ എത്രയോ കാര്യങ്ങൾ, ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗ് മുതൽ വാല്യുവേഷൻ വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഇതെല്ലാം അജ്ഞാതമാണ്. ഈ പറയപ്പെടുന്ന ആക്ഷേപങ്ങളെല്ലാം ഇതിനിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒബ്സർവർമാരെ നിയമിക്കുന്ന ആരാണെന്നറിയില്ല. ഈ പറയപ്പെടുന്ന CBSE സ്കൂളുകൾ, സ്വകാര്യ സ്കൂളുകൾ, സ്വകാര്യ അധ്യാപകർ നിരീക്ഷകരായി വരുന്നു. ബാങ്കുകളെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആരാണ് നിരീക്ഷിക്കുന്നത്? യാതൊരു ഉത്തരവുമില്ല. ഇനി ഈ പറയപ്പെടുന്നത് പോലെ ഇത് സംബന്ധിച്ചുള്ള NTA ഡയറക്ടർമാരെ നിയോഗിക്കുന്നത് കേവലം സ്കൂൾ പ്രിൻസിപ്പൽമാരാണ്. കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകരെ പോലും തിരഞ്ഞെടുക്കുന്ന പരീക്ഷയിൽ അതിനെ നിയന്ത്രിക്കുന്ന NTA ഡയറക്ടർമാരെന്ന് പറയുന്നത് സ്കൂൾ പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇങ്ങനെ ഒരു കുത്തഴിഞ്ഞ പ്രസ്ഥാനം പോലെ കേവലം രണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഒന്ന് ഡയറക്ടർ ജനറൽ തസ്തികയിലിരിക്കുന്ന ഏറ്റവും ഉന്നത അധികാരി, അതോടൊപ്പമുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ, ഈ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ മാത്രമേ സർക്കാരിൽ നിന്നും ഡെപ്യൂട്ടേഷനായി NTA ഇത്തരത്തിലുള്ള നിരവധിയായ അപാകതകൾ ഗവൺമെൻറ്റിന് മുമ്പാകെ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തന്നെ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഈ സർക്കാർ യാതൊരു നടപടിയും എടുത്തില്ല എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടോ BJPക്ക്? ഈ പറയപ്പെടുന്ന രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പിന് ഇതിനെ സംബന്ധിച്ച് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൃത്യമായ ഡാറ്റാസ് ഉണ്ട്, എന്തൊക്കെയാണ് ഇവിടെ പാളിച്ചകൾ സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ആ കൃത്യവിലോപത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കാൻ പറ്റുമോ? തീവ്രവാദം എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ രാജിയാണ് ഇവിടെ ആവശ്യം. ഇത് ജനാധിപത്യ ഗവൺമെൻറ്റാണ്. ഇത് ഒരിക്കലും ഒരു രാജഭരണമല്ല. ഇവിടെ ആരോ പറഞ്ഞതുപോലെ രാജഭരണമല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ്. അല്ലാതെ പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ പോയി സമരം ചെയ്യാൻ പാടില്ല എന്നിവിടെ ബംഗ്ലാദേശിൽ നടന്നു, ഇനി അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നടന്നു എന്നൊക്കെ പറയുന്നത്, അതൊക്കെ വേറെ വല്ല ഭാഷയിലുമാണ് അതിനൊക്കെ മറുപടി പറയേണ്ടത്. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജാവാണോ? അല്ലല്ലോ. പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുമ്പിൽ സമരം ചെയ്തത് തെറ്റാണോ? അത് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്, ഇനിയും സമരം ചെയ്യും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ ചോദിച്ചതായ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത ഗവൺമെൻറ് ഇരുട്ടിൽ തപ്പിയാണ്. എന്നിട്ടിപ്പോൾ ഈ പറയപ്പെടുന്ന സമരത്തെ തീവ്രവാദ സമരമെന്നും ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അതൊന്നും നടപ്പാകാൻ കാര്യമില്ല. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, എത്രയോ വിഷയങ്ങളിൽ ഈ ഗവൺമെന്റ് പ്രതിക്കൂട്ടിലായ എത്രയോ വിഷയങ്ങൾ, അതിനി അദാനിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളായിക്കൊള്ളട്ടെ, ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കർഷക സമരം നടന്ന കാലഘട്ടത്തിലായിക്കൊള്ളട്ടെ, പെഗാസസിന്റെ ഇഷ്യൂ വന്ന കാലഘട്ടങ്ങളായിക്കൊള്ളട്ടെ, എത്രയോ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി, അടിയന്തര പ്രമേയത്തിന് ചർച്ച അനുവദിക്കാൻ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് മടി കാണിക്കുന്നത്? കാരണം അതിൽ വോട്ടിംഗ് ഉണ്ടാവും. അതിനപ്പോൾ ഈ പറഞ്ഞതുപോലെ എതിർത്ത് വോട്ട് ചെയ്യേണ്ടി വരും. ആര്? ഈ പറയുന്ന ഗവൺമെന്റ് എതിർത്ത് വോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എന്തിനാണ് ഭയക്കുന്നത്? 193 ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായ പ്രകടനം നടത്തും, മന്ത്രി ഒരു മറുപടി പറയും, ആ മന്ത്രി മറുപടി പറയുന്നതോടുകൂടി അവിടെ പ്രശ്നം അല്ലെങ്കിൽ ആ ചർച്ച അവസാനിക്കും. അതല്ല അതിനാവശ്യം. ഈ രാജ്യം ഇന്ന് ഏറ്റവും കലുഷിതമായ ഒരു അന്തരീക്ഷത്തെ നേരിടുമ്പോൾ അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വിധി തീർപ്പാക്കുന്ന തരത്തിൽ ഇനിമേൽ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ മന്ത്രി ഉത്തരവാദിത്തം എടുത്ത് രാജിവെച്ചുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഒരു തീർപ്പിലേക്ക് കടന്നു പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ശരി, ഡോക്ടർ കെ ജയപ്രസാദിലേക്ക് എത്താം. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ കെ ജയപ്രസാദ്, ജന്തർ മന്ദറിൽ വന്ന ഒരു അമ്മയുടെ പ്രതികരണം ഞാൻ വായിക്കാം.
എൻ്റെ മകൻ ഇവിടെയുണ്ട്, ഞാനും ഇവിടെയുണ്ട്. പിന്നെ ദില്ലി പോലീസിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഭർത്താവും ഇവിടെ തന്നെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞങ്ങൾ 3 പേരുടെയും സമരം ഇന്നിവിടെ നടക്കും. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം എന്നെ തടയും. അതിന്നിവിടെ ഒരു ദൃഷ്ടാന്തമാകും. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് ഇവിടെ ഡ്യൂട്ടി കിട്ടുകയും അദ്ദേഹം തന്നെ എന്നെ തടയുമെന്നുമാണ്. അപ്പോഴേ മനസ്സിലാകൂ ഒരു മകൻ്റെ അമ്മയുടെ വികാരവും ആവേശവും എന്താണെന്ന്. തനിക്ക് അസുഖം വന്നാലും തൻ്റെ മകനൊരിക്കലും അസുഖം വരരുത് എന്ന് ചിന്തിക്കുന്നവരാണ് അമ്മമാർ. എന്നാൽ ഇന്ന് കുറച്ച് കുട്ടികൾ മരിക്കുന്നില്ലേ, ആത്മഹത്യ ചെയ്യുന്നില്ലേ? അവരുടെ അമ്മമാരുടെ വേദന എന്തായിരിക്കുമെന്ന് ഒന്ന് പോയി ചോദിച്ചു നോക്കൂ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന അമ്മമാർ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനുഭവിച്ച മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർ അവിടെ വന്ന് കരയുന്നുണ്ട്, ആ സമരത്തിന് പിന്തുണ നൽകുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം പറഞ്ഞുകൊണ്ട് എങ്ങനെ തടയാനാകും ഡോക്ടർ കെ ജയപ്രസാദ്? ഞാൻ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെതിരെ ശരിയായ രീതിയിൽ സമരം നടത്തുന്നതിൽ ഇന്ത്യൻ പ്രതിപക്ഷം പരാജയപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന നാഷണൽ എൻട്രൻസ് പരീക്ഷ എന്ന് പറയുന്നത് ഒരു നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അല്ല. അതിന് മുന്നേ തന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു നാഷണൽ എൻട്രൻസ് സിസ്റ്റം വേണമെന്ന് പറയാൻ കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ 2005 ശേഷം 2015 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു 10 വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷാ ചോർച്ചകൾ വിവിധ സംസ്ഥാനങ്ങൾ, അതായത് BJP കോൺഗ്രസ് ഭരിക്കുന്നത്, ദേശീയ തലത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തുള്ള കാര്യം ഞാൻ പറഞ്ഞു. ശരി, അപ്പോൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പുതിയ രീതിയിലേക്ക് മാറ്റിയത്, എല്ലാം ഒരുമിച്ചാക്കിയത്. ഒരുമിച്ചാക്കിയതിനു ശേഷമുള്ള പിഴവ് കൂടി അങ്ങ് പറയൂ. ഉത്തരവാദിത്തം വേണ്ടേ? ഇപ്പോൾ ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തം അങ്ങ് പറയുന്നില്ല, അങ്ങ് പ്രതിപക്ഷത്തെ പഠിക്കുന്നു. ഞാൻ അതിലേക്ക് വരാം. 2024 ഇതേ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനെ നിയോഗിക്കുന്നത്. ആ കമ്മീഷനിൽ ഞാനും വ്യക്തിപരമായിട്ട് എൻ്റെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച ഒരാളാണ്. അപ്പോൾ അതിനുശേഷം ആ കമ്മീഷൻ നിർദ്ദേശം നടപ്പാക്കുന്നതിനായ ആവശ്യമായ ടെക്നിക്കലായിട്ട്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ സംവിധാനം അടുത്ത വർഷം മുതൽ നടപ്പാക്കാൻ കഴിയുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. മറ്റൊന്ന് 2024 നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട്, പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഇത്തരം പരീക്ഷയിൽ ഈ തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചോർച്ച നടത്തുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി നടക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ കർശനമായൊരു നിയമം ഇന്ന് നടപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നിയമത്തിൽ സംഭവിച്ചിരിക്കുന്ന പിഴവുകളാണല്ലോ ഈ സമരത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അങ്ങ് നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സമയക്കുറവ് വേഗം പറഞ്ഞോളൂ. അല്ല ഒരു പോയിന്റ് കൂടെ പറയാം. അതായത് ഈ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടെന്നുള്ളത് ഞാൻ കൊണ്ടുവന്ന സിദ്ധാന്തമല്ല. കേരളത്തിലെ വിമോചന സമരത്തെ, അതായത് ആദ്യമായി എലക്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പുറത്താക്കുന്നതിൽ അമേരിക്കയുടെ CIA ആണ് അതിന്റെ പിന്നിലെന്ന് അതിന്റെ തെളിവുകൾ സഹിതം പിന്നീട് EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ളവരാണ് ഈ വിഷയം ആദ്യമായി ഉന്നയിച്ചത്. അതുപോലെ നമ്മുടെ കേരളത്തിലെ ഭരണകൂടം ആശാ വർക്കേഴ്സിന്റെ സമരത്തിലും PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തിലും നോക്കൂ, ഓരോ വിഷയത്തിലും ഉന്നയിക്കുന്നത് മറുവാദമായി ഉന്നയിക്കുന്നത്. അങ്ങ് ഉടനെ PSC വിഷയം പറഞ്ഞു, രക്ഷാപ്രവർത്തനം പറഞ്ഞു, സമയമില്ലാത്തതുകൊണ്ടാണ്. ശ്രീ NP സർക്കാരിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് അങ്ങ് ഇതുവരെ പറഞ്ഞില്ല എന്നുള്ളതാണ്. ശ്രീ NP ആഷ്ലി, ഈ സമരം എങ്ങനെ അവസാനിക്കുമെന്നാണ് കരുതുന്നത്? സർക്കാരിന്റെ വിട്ടുവീഴ്ചയുടെ ലക്ഷണങ്ങളായി ഇപ്പോൾ ചർച്ചയാകാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ JP നഡ്ഡ CJP പ്രവർത്തകരെ, CJP നേതാക്കളെ കാണാൻ പോകുന്നുണ്ട്. പക്ഷെ എന്താണ് പറയുകയെന്നറിയില്ല. പക്ഷെ കൂടിക്കാഴ്ചയിലേക്ക്, അങ്ങോട്ട് ചെന്നുള്ള കൂടിക്കാഴ്ചയിലേക്ക് കേന്ദ്രം നീങ്ങുന്നുണ്ട്. എങ്ങനെ അവസാനിക്കും ഈ സമരം? ഇത് സത്യത്തിൽ വളരെ എളുപ്പത്തിൽ ആഷ്ലിയോടാണ് വളരെ വളരെ എളുപ്പത്തില് ഇതില് ഈ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് ഇവര് പറയുന്ന കേട്ടാ തോന്നും NTA കുളമാക്കിയിട്ടുള്ള ഒരേ ഒരു കാര്യം നീറ്റാണെന്ന്. ഇന്ത്യയിലെ നമ്പർ 1 അണ്ടർ ഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഇപ്പൊ 1000കണക്കിന് സീറ്റുകൾ വേക്കന്റ് ആണ്. റൈറ്റ്, അത് CUTക്ക് ശേഷം ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ അതിൽ കുറെ ഇഷ്യൂസ് ഉണ്ട്, വേറെ അവിടെ നിൽക്കട്ടെ, വേറെ ഒരുപാട് പരീക്ഷകളെ കുറിച്ച്. അപ്പൊ അത് വേറെ കാര്യം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതിപ്പോ BJP വളരെ അപകടകരമായിട്ടും മണ്ടൻ രീതിയിലാണ് ഇത് ഇപ്പം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് പേടിപ്പിച്ചോ പ്രീണിപ്പിച്ചോ വശത്താക്കിയോ ഒക്കെ ശീലം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു വോൾട്ടേജ് കൂട്ടുന്നതനുസരിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇതിന് 2 വഴിയുണ്ട്. ഒരു വഴി ഈ ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക, ഒന്നുകിൽ രാജിവെക്കാൻ പറയുക, അല്ലെങ്കിൽ പുറത്താക്കിയിട്ട് ഒരു അന്വേഷണം നടത്തുക. NTA എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ ഇത്രയും കോൺട്രാക്ച്വൽ എംപ്ലോയീസ് വെച്ച് നടത്തേണ്ട ഒരു കാര്യമല്ല. 55 യൂണിവേഴ്സിറ്റീസിന്റെ സെൻട്രലൈസ്ഡ് എക്സാം നടത്തുന്ന NTA ആണ്. 55 യൂണിവേഴ്സിറ്റിയൊന്നും ആരും അതിനകത്തില്ല.
ഈ 55 യൂണിവേഴ്സിറ്റീസിന് സിസ്റ്റം ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റീസിന് മുഴുവൻ ഓട്ടോണമി നശിപ്പിച്ചു. ഞാൻ ഉദാഹരണം പറയാം. 1950 ഒറ്റ കാര്യം പറഞ്ഞിട്ട് 1950കളിലാണ് നമ്മൾ IIT ഉണ്ടാക്കുന്നത്. അതിന്റെ ഗുണം നമ്മൾ അറിയുന്ന 1990കളിൽ സോഫ്റ്റ്വെയർ ബൂമിന്റെ സമയത്താണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നടത്തുന്ന അപകടങ്ങളും അറിയാൻ പോകുന്ന 20-30 കൊല്ലം കഴിഞ്ഞിട്ടാ. അപ്പൊ എനിക്ക് ഇമ്മീഡിയറ്റ്ലി തോന്നുന്ന ഒരു കാര്യം, ഇത് ഒന്നുകിൽ ഇവര് ഇത് മാറി ചെയ്യേണ്ടി വരും, അവരുടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയോ പുറത്താക്കുകയോ വേണ്ടി വരും, അല്ലെങ്കിൽ ഇതൊരു വലിയ ക്രൈസിസിലേക്ക് BJPക്ക് പോകും. അവരൊരു മൈനോറിറ്റി ഗവൺമെന്റ് ആണ്. ആ മൈനോറിറ്റി ഗവൺമെന്റ് വീണ്ടും 230 സീറ്റിൽ അവർക്ക് ഭരിക്കാൻ പറ്റില്ല. ശരി, ഇപ്പോൾ അറിയാനാകുന്നത് JP നഡ്ഡ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ്. CJPയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം എടുക്കുന്ന നിലപാട് എന്താ എന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. വളരെ നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ് MP, ശ്രീ ജോൺ ബ്രിട്ടാസ് MP, ഡോക്ടർ K ജയപ്രസാദ്, ശ്രീ NP ആഷ്ലി ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം ഈ തെളിവ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.